ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ അത് കോസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. പിന്നെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കി. അതായത് 3 കമ്പോണൻറ്റ്: കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ് അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏതൊക്കെ കോസ്റ്റുകളാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കോസ്റ്റുകൾ. അപ്പോൾ ആദ്യം അബ്നോർമൽ വേസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്. അബ്നോർമൽ വേസ്റ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓഫീസിലെ എക്സ്പെൻസുകൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്തുമാത്രം ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ? ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. അതായത് ഒരു പ്രൊഡക്റ്റിനെ റോ മെറ്റീരിയലിൽ നിന്ന് സെയിലബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സ് ആക്കാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വരുമോ അത് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് ഗുഡ്സ് ആക്കി കഴിഞ്ഞ് പിന്നീട് നമ്മൾ സെയിൽ നടത്താൻ വേണ്ടി, അതായത് പിന്നീടുള്ളൊരു പ്രോസസ്സാണല്ലേ. സപ്പോർട്ടിങ് സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന സാലറി ആവാം, ഓഫീസിൻ്റെ റെൻ്റ് ആവാം, ഡിപ്രീസിയേഷൻ ആവാം. അതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൊടുക്കുന്ന കോസ്റ്റുകൾ, അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന കമ്മീഷൻ, അതൊന്നും കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പർച്ചേസ് ചെയ്ത ഇൻവെൻട്രീസ് ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ്, അതായത് പിന്നീട് പേയ്മെൻറ്റ് നടത്തിക്കോളാം എന്നുള്ളൊരു രീതിയിലാണ് മേടിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ്, ആ ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റും കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ്? അബ്നോർമൽ വേസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലാണ് ഇൻവെൻട്രീസ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് നോർമൽ വേസ്റ്റ് ഈസ് 5% ഓഫ് ഇൻപുട്ട്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. അതായത് 100 യൂണിറ്റ് ഇൻപുട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ 5% ആയിരിക്കും വേസ്റ്റ്, നോർമൽ വേസ്റ്റ്. അതായത് 100 യൂണിറ്റ് ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് 95 യൂണിറ്റ് നമ്മളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ബാക്കി 5 യൂണിറ്റ് എന്തായിരിക്കും? വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 5000 മെട്രിക് ടൺ ഓഫ് ഇൻപുട്ട് വർ പുട്ട് ഇൻ ദ പ്രോസസ് റിസൾട്ടിങ് ഇൻ എ വേസ്റ്റ് ഓഫ് 300 മെട്രിക് ടൺ. അപ്പോൾ 5000 യൂണിറ്റ് ഇൻപുട്ട് ഒരു പ്രോസസ്സിലേക്ക് ഇട്ടു, പക്ഷേ വേസ്റ്റ് എത്രയാണ്? 300 മെട്രിക് ടണ്ണാണ്. അപ്പോൾ എത്രയാണ് നോർമൽ വേസ്റ്റ് വരേണ്ടത്? 5000 × 5%, അതായത് 250 മെട്രിക് ടണ്ണാണ് നോർമൽ വേസ്റ്റേജ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് 300 ആണ്. അപ്പോൾ ഓവർ ആൻഡ് എബവ് നോർമൽ വേസ്റ്റേജ് എന്തായിരിക്കും? അബ്നോർമൽ വേസ്റ്റേജ് ആയിരിക്കും. അതായത് 250 ആണ് ഇവിടെ നോർമൽ വേസ്റ്റേജ്, 5000 × 5%. പക്ഷേ ഇവിടെ 300 വന്നിട്ടുണ്ട്. അപ്പോൾ 300 - 250 എന്തായിരിക്കും? അബ്നോർമൽ വേസ്റ്റേജ് ആയിരിക്കും, ഒരു 50 മെട്രിക് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോസ്റ്റ് പെർ മെട്രിക് ടൺ ഓഫ് ഇൻപുട്ട് ഈസ് 1000. ഒരു മെട്രിക് ടണ്ണിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ്. ഒരു മെട്രിക് ടണ്ണിൻ്റെ കോസ്റ്റ്, ഇൻപുട്ടിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ്. ഇവിടെ 5000 മെട്രിക് ടൺ ഉണ്ട്. അപ്പോൾ 5000 × 1000, 50 lakh. ഇനി ദ എൻറ്റയർ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ഈസ് ഇൻ സ്റ്റോക്ക് അറ്റ് ദ ഇയർ എൻഡ്. ഇഫ് ദ വേസ്റ്റ് ഹാസ് nil റിയലൈസബിൾ വാല്യൂ, വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്? ഇയർ എൻഡിൽ സ്റ്റോക്കിൽ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. വേസ്റ്റിന് റിയലൈസബിൾ വാല്യൂ ഇല്ല. അതായത് വേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, വാല്യൂ ഒന്നും ഇല്ല, അതിന് 0 ആണ്. അപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്, ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്താ പറഞ്ഞേക്കുന്നത്? എന്തൊക്കെയാണ് വാല്യുവേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? അബ്നോർമൽ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ. ഇവിടെ എത്ര അബ്നോർമൽ? ഇവിടെ 300 മെട്രിക് ടണ്ണാണ് വേസ്റ്റേജ് എന്ന് പറഞ്ഞു. നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 × 5%, അതായത് 250 മെട്രിക് ടൺ. അപ്പോൾ അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മെട്രിക് ടൺ ആണ്. അത് നമ്മൾക്ക് എന്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. ബാക്കി 250 യൂണിറ്റ് മാത്രം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു യൂണിറ്റ് ഇൻപുട്ട്, അതായത് ഒരു മെട്രിക് ടൺ ഇൻപുട്ടിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 1000. ഇവിടെ 5000 യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. 5000 × 1000, 50 lakh ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻപുട്ട് കോസ്റ്റ്. നമ്മൾക്കപ്പോൾ എത്ര യൂണിറ്റാണ് നോർമലി കിട്ടിയത്?
5000 മൈനസ് നോർമൽ വേസ്റ്റ്, അതായത് 4750. അപ്പോൾ 4750 മെട്രിക് ടണ്ണിന് എത്ര കോസ്റ്റായി എന്നാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 50,000 ഇൻറ്റു 1000, അതായത് 50 lakh ഡിവൈഡഡ് ബൈ 4050. 4050 അല്ല, 4750. 4750 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ്, അതായത് 5000 മെട്രിക് ടൺ മൈനസ് നോർമൽ വേസ്റ്റേജ് എത്ര 250. അപ്പോൾ 5000 മൈനസ് 250 4750. 5000 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 4750. അപ്പോൾ നമ്മൾക്ക് ഒരു യൂണിറ്റ്, ഒരു മെട്രിക് ടണ്ണിൻ്റെ കോസ്റ്റ് കിട്ടും എത്രയാണ് 1052.63. നിങ്ങളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, ആദ്യം നമ്മൾക്ക് കോസ്റ്റ് 1000 രൂപയെന്ന് തന്നു, ഇവിടെ 5000 ആണ്. പക്ഷേ 250 വേസ്റ്റ് ആയതുകൊണ്ട് 1000 രൂപ കോസ്റ്റ് എന്നുള്ളത് 1052 രൂപയായി. അപ്പോൾ 5000 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 4750. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെട്രിക് ടണ്ണിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1052.63 ആണ്. ഇനി അബ്നോർമൽ വേസ്റ്റിൻ്റെ എത്രയാണ് കോസ്റ്റ് കാണാം. അബ്നോർമൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മെട്രിക് ടൺ ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1052.63. അപ്പോൾ അബ്നോർമൽ വേസ്റ്റേജിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു 1052.63, അതായത് 52,632 റുപ്പീസ്. ഇത് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പകരം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യും അല്ലെങ്കിൽ ചാർജ് ചെയ്യും. ഓക്കെ, ഇതാണ് അബ്നോർമൽ വേസ്റ്റേജിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട? അബ്നോർമൽ വേസ്റ്റേജ്, സ്റ്റോറേജ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഇത്രയും നമ്മൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ. ഇത്രയും നേരം നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചററുടെ അവിടെ എത്രയാണ് ഇൻവെൻട്രീസിന് കോസ്റ്റ് ആവുന്നതെന്ന് നോക്കിയാൽ, ഇനി സർവീസ് പ്രൊവൈഡറിൻ്റെ ഇൻവെൻട്രീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ. സർവീസ് പ്രൊവൈഡറിന് എന്തായിരിക്കും നോർമലി ഇൻവെൻട്രി എന്ന് പറയാൻ ഉണ്ടാവുക? അതായത് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അവർക്ക് എന്തായിരിക്കും ഇൻവെൻട്രി? അവരുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കാര്യങ്ങളായിരിക്കില്ല. അവരുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. ആ ഒരു വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല റവന്യൂ ആയിട്ട്. അതായത് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാത്ത വർക്ക് ഇൻ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനെയാണ് സർവീസ് പ്രൊവൈഡറിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുക. അപ്പോൾ മെയിനായിട്ട് അതിൽ വരുന്നത് ലേബർ കോസ്റ്റ്, പിന്നെ പേഴ്സണൽ, അതായത് സ്റ്റാഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളൊക്കെ ആയിരിക്കാം അതിൽ വരിക. പക്ഷേ സെയിൽസിൻ്റെ കോസ്റ്റ്, അതിലെ ലേബർ ഫോഴ്സിൻ്റെ കോസ്റ്റ് ഒന്നും അതിൽ വരില്ല, ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ എക്സ്പെൻസുകൾ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യേണ്ട ഏത് പീരീഡിലാണോ ഇൻക്രീ ചെയ്തത് ആ പീരീഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ഇനി ഈ ഒരു കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി, സർവീസ് പ്രൊവൈഡറിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രോഫിറ്റ് മാർജിനോ അല്ലെങ്കിൽ നോൺ ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ്സ്, അതായത് ആട്രിബ്യൂട്ട് ചെയ്യാത്ത ഓവർ ഹെഡ്സിൻ്റെ എമൗണ്ട് ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ബാബു ആൻഡ് കമ്പനി ഈസ് എൻഗേജ്ഡ് ബൈ എ ക്ലയൻറ്റ് ടു അനലൈസ് ഇറ്റ്സ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റംസ്. ബാബു ആൻഡ് കമ്പനി എന്ന് പറയുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് സർവീസ് പ്രൊവൈഡർ ആയിരിക്കാം റിലേറ്റിംഗ് ടു ഫിനാൻസ്. അപ്പോൾ ക്ലയൻറ്റ് ബാബു ആൻഡ് കമ്പനീനെ അപ്പോയിൻറ്റ് ചെയ്തേക്കാണ് എന്തിനാ? ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം അനലൈസ് ചെയ്യാൻ വേണ്ടി. അതൊരു സർവീസാണ് ബാബു ആൻഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ ഒരു ക്ലയൻറ്റിന്. ആൻഡ് പ്രൊവൈഡ് എ റിപ്പോർട്ട് ഓൺ ദ സെയിം ഫോർ എ ഫീ ഓഫ് ₹5 lakh. ബാബു ആൻഡ് കമ്പനിക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ₹5 lakh കൊടുക്കാം എന്നാണ് ക്ലയൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദ റിപ്പോർട്ട് വാസ് നോട്ട് റെഡി ആസ് അറ്റ് 31st March 2020. 31st March 2020, അതായത് ഇയർ എൻഡിൽ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ദ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഫോർ ദ പ്രൊജക്റ്റ് ആർ ഡയറക്റ്റ് എക്സ്പെൻസസ്. സാലറീസ് ടു സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ് 1,50,000. ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ഓവർഹെഡ്സ് 1,10,000. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് 40,000. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെൻസ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റിന് വന്നേക്കുന്നത്. ദ കണ്ടീഷൻസ് ഫോർ റെക്കഗ്നിഷൻ ഓഫ് റവന്യൂ ആസ് പെർ ഇൻഡേസ് 18 ആർ നോട്ട് ഫുൾഫിൽ. ഇൻഡേസ് 18 എന്ന് പറഞ്ഞാൽ റവന്യൂ റെക്കഗ്നിഷനാണ് ആസ് ഓൺ 31st March 2020. അതായത് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എന്ന് വെച്ചാൽ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഇൻ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണോ അത്രയും ഇതിന് ഇൻകർ അയക്കുന്നത് അതായിരിക്കും എന്ത് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു പ്രോജക്റ്റിന് സോഫാർ അത്
കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെൻസ് ഇൻകർ ചെയ്തേക്കുന്നത് നോക്കാം. സാലറി ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ് 1,50,000 അത് ആഡ് ചെയ്യണം നമ്മൾ. കൂടാതെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ്സ്, ഇൻഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ അല്ലെങ്കിൽ നോൺ ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, 1,10,000. പിന്നെ എന്താ തന്നേക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചററുടെ ആയാലും സർവീസ് പ്രൊവൈഡറിൻ്റെ ആയാലും എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് എന്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഓവർ ഹെഡ്സും സാലറി ടു സ്റ്റാഫ്സ് ഡയറക്ട്ലി എൻഗേജ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 2,60,000, 1,50,000 പ്ലസ് 1,10,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് 2,60,000 ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് എടുക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല. കൂടാതെ പ്രോഫിറ്റ് മാർജിൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എവിടെ എടുക്കേണ്ട കാര്യമില്ല. സർവീസ് പ്രൊവൈഡറിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് മാർജിനും എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.